പോവല്ലേ പോലെ. അയ്യോ അത് പോയി. എന്റെ മരുന്നെ, ഇത് എത്ര നേരമായിടി, തീർന്നില്ലേ? ഞാനിത് തിന്നുവല്ല. ഇനി സെക്യൂരിറ്റി വന്ന് വല്ലതൊക്കെ പറയും. അതിന് ഞാൻ അപ്പുറത്തെ വീട്ടിലെ ശശിയുടെ വീട്ടിലല്ലല്ലോ പോയത്, ഇവിടെ തന്നെയല്ലേ. എന്റെ പെണ്ണെ മതി, ഇനി നാളെ പിടിക്കാം. എടി, നീ ആ സ്പ്രേ ഇങ്ങെടുത്ത്. പിന്നെ എന്റെ പുതിയ സ്പ്രേ അത്. എന്റെ പൊന്നെ, ഞാൻ നാളെ വേറെ ഒരെണ്ണം അങ്ങ് മേടിച്ചു തരാം. ഓ ചത്ത്. എന്ത് പച്ചക്കുതിരയാണേ എന്റെ പൊന്നോ. ഇതാണെങ്കിൽ നാളെ സബ്മിറ്റും ചെയ്യണം. എനിക്ക് 25 പ്രാണിയെ കിട്ടിയുള്ളൂ. ബാക്കി 25-ന് ഞാൻ എവിടെ പോവും? സാറിനോട് നമുക്ക് പറയാടി. പിന്നെ അങ്ങനെ പറഞ്ഞ ഉടനെ അങ്ങ് കേൾക്കും. പോട്ട് എന്റെ പൊന്നെ, നീ ഇങ്ങ് കേറ്. അന്നാമോ ലൈറ്റ് നിർത്തല്ലേ. ഓ, ഇനി കാമുകനെ കണ്ടിട്ടേ കിടക്കത്തുള്ളായിരിക്കും. അന്നാമോ, എടി എന്നാടി രാത്രി മനുഷ്യനെ ശല്യം ചെയ്യാനായിട്ട്? ഓ, നമ്മളൊക്കെ ഇപ്പൊ നിനക്കൊരു ശല്യമായല്ലോ. എന്നാലും എന്റെ അന്നാമോ, അവൻ വീണില്ലല്ലോടി. നീ കുറച്ച് എണ്ണ എടുത്ത് വെക്കടി, അവൻ വീണോളും. ചളി അടിക്കാതെ അന്നാമോ. അതിന് നീ അവനോട് ഒന്ന് മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് പോലും ഇല്ലല്ലോ. അതും ശരിയാ. എന്തായാലും ഈ 6 മാസം കൊണ്ട് എക്സാം കഴിയും. ഇനിയും പ്രാക്ടീസ് ഒക്കെ അല്ലേ ഉള്ളൂ. ഫാമേഴ്സിനെ ഒക്കെ കണ്ട് സെമിനാർ നടത്തണം. നീ ആ വിവേകിന്റെ കൂടെ അവന്റെ വീട്ടിലോട്ട് പോകും. എന്തായാലും അവന്റെ വീട് നാട്ടിൻ പുറത്ത്. അവന്റെ അച്ഛനാണെങ്കിൽ കൃഷി. പുള്ളിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് നിനക്ക് സെമിനാർ കംപ്ലീറ്റ് ചെയ്യാം. വിവേകിനെ വളച്ച് കയ്യിലും വെക്കാം. എന്റെ അന്നാമേ, നീ ഈ ബുദ്ധി പഠിത്തത്തിൽ കാണിച്ചിരുന്നേ ഞാനെങ്കിലും രക്ഷപ്പെട്ടു പോയിരുന്നു. ഓടി കിടന്നുറങ്ങാൻ നോക്ക്. എന്റെ അവരാച്ചോ, താൻ ആ റബ്ബർ വെട്ടിയൊന്നില്ലടോ. മോനെ, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ പോവാവേ. വരുവാ അമ്മച്ചി. എടോ, എന്റെ മോൻ അതൊക്കെ നോക്കി നടത്തും, ഞാൻ കണ്ടു. വർഗീസ് മാപ്പിളെ, അതൊക്കെ മനസ്സിലാക്കി ഇരിക്കത്തേ ഉള്ളേ. അല്ലേലും നിനക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ലല്ലോ. കേട്ടോ അമ്മച്ചി, ഒന്നുമില്ല, ഞാനൊരു പ്രൊഫസർ അല്ലേ. എന്റെ ഇച്ഛായ അവൻ അതാ ഇഷ്ടമെങ്കിൽ അവൻ ആ ജോലി അങ്ങ് ചെയ്യട്ടെ. അവൻ ഇത്രയും പഠിച്ചതല്ലേ. നിനക്ക് അങ്ങനെ പറയാം. എന്റെ ഈ ഏക്കർ കണക്കിന് റബ്ബർ ആര് നോക്കി നടത്തും? ഈ അപ്പച്ചന്റെ ഒരു റബ്ബർ. ആരാ മോനെ? ആലിസ് ആന്റിയാ. ഹലോ ആന്റി. മോനെ, മെറിൻ എങ്ങനുണ്ട്? എന്റെ ആന്റി, ഇങ്ങനെ ഒരു കുഴി മടിച്ച് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അവൾ അങ്ങനാടാ, നീ വേണം അവളെ മാറ്റിയെടുക്കാൻ. അവള് മാറിയത് തന്നെ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചേക്കണം. ഓക്കെ ആന്റി. അമ്മച്ചി, ഞാൻ ഇറങ്ങുവാണേ. ഹെലനെ ഒരു ചായ. വരുവാ എന്റെ മനുഷ്യ. റബ്ബറോ നോക്കി നടത്തത്തില്ല, എന്നാ ഒരു മരുമോളെ കൊണ്ട് തരിക. ഏഹേ, നിങ്ങൾ ഇവിടെ ഇരുന്നേ പുറപുറത്തോണ്ടിരിക്കെ, ഞാൻ പോവാ. എടി, നീ ഹെർബേറിയം സെറ്റ് ചെയ്തു? ഇല്ലടി, അതിനകത്ത് വെക്കേണ്ട 2-3 ചെടിയൊക്കെ അങ്ങ് അളിഞ്ഞുപോയി. എന്റെ കുഴി മടിച്ചി. നീ ഇതും പറഞ്ഞ് ഏതൻ സാറിന്റെ അടുക്കലോട്ട് ചെല്ല. ഇൻസെറ്റ് ബോക്സും സെറ്റ് ചെയ്തില്ല, ഹെർബേറിയവും ഇല്ല. പിന്നെ എന്തിനാ എന്റെ പെണ്ണെ നീ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? ഓ, പറയുന്ന ആളെല്ലാം അങ്ങ് ചെയ്തല്ലോ. ഞാനെല്ലാം കംപ്ലീറ്റാ. കള്ളപ്പടുപ്പി നിന്റെ കാമുകൻ. ഇതേ എന്റെ കാമുകനെ പറഞ്ഞോണ്ടല്ലോ. സാറ് വന്നു, എനിക്ക്. ഗുഡ് മോർണിംഗ്. എല്ലാരും ആ അസൈൻമെന്റ് ഇങ്ങനെ കൊണ്ടുവന്നേക്ക്. അയ്യടാ, ഇങ്ങനെ അസൈൻമെന്റിനകത്ത് ഉറപ്പിച്ചിട്ടത്. ഓക്കെ. വിവേക് വന്നില്ലേ?
എന്താ വിവേക് ലേറ്റ് ആയ? സാർ ട്രെയിൻ മിസ്സായി പോയി, അതാ. അസൈൻമെന്റ് എന്ത്? വെരി ഗുഡ് വിവേക്, കറക്റ്റ് 50 ഇൻസെറ്റ് ഹെർബേറിയം എല്ലാം പെർഫെക്റ്റ്. താങ്ക് യു സാർ. എന്തായാലും അവൻ ഈ പ്രാണിയെ പിടിക്കാനാ നാട്ടിലോട്ട് പോയത്. കള്ളപ്പടുപ്പി. സാറിന് അവനെ ഒന്ന് പൊക്കിയില്ലേ ദിവസം നേരെയാകത്തില്ല. അന്നാമോ, അസൂയക്ക് മരുന്നില്ലടി. മറിയാമോ അസൈൻമെന്റ് എന്ത്? സാറെ മറിയാമയല്ല, മെറിൻ. ഓക്കെ മെറിൻ, സബ്മിറ്റ് യുവർ അസൈൻമെന്റ്. ഒരു വീക്കെൻഡ് ഉണ്ടായിരുന്നല്ലോ. ഇങ്ങേര് 1 2 3 ഇന്നും എല്ലാം എണ്ണി തീരൂ. ഓൺലി 25. ബാക്കി 25 ഞാൻ പിടിച്ചോണ്ട് വരണമായിരിക്കും. മരണേ, താൻ എന്തിനാടോ ഈ കോഴ്സ് എടുത്ത്? വേണ്ടെങ്കിൽ ഇട്ടേച്ച് പോടോ. എല്ലാത്തിനോടും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാതെ ഞാൻ അറ്റൻഡൻസ് എടുത്തില്ല. നീ ഒക്കെ എക്സാം എഴുതുന്നത് എങ്ങനെയാണെന്ന് എനിക്കിത് കാണണം. താങ്ക് യു സാർ. അത് നീ തന്നെ കയ്യിലങ്ങ് വെച്ചോ. പിന്നെ 3 മാസം ഇനി ഫുള്ള് പ്രാക്ടിക്കൽ ആണെന്ന് അറിയാലോ. എല്ലാരും ഫാമേഴ്സിനെ ഒക്കെ കണ്ട് എല്ലാം ചോദിച്ചറിഞ്ഞ് സെമിനാർ അങ്ങ് ചെയ്തേക്കണം. ഞാൻ പോവാ. ഓ, ഒരെണ്ണത്തെ പോലും കാണുന്നില്ല. ഓല്ലേ മോനെ, യെസ്. വിവേകല്ലേ അപ്പോന്ന്? ഇതിനെ പാറ കയ്യിലൊന്ന് കൊടുക്കും. എയ്ഡൻ സാർ. എന്താ പറഞ്ഞേ? എല്ലാത്തിനെയും കിട്ടിയോ? ആ സാർ, ഇതൊന്ന് പിടിക്കാവോ? എന്താ ഇത്? സാർ, ഇതൊന്ന് പിടിക്കാവോ? ഞാൻ ഇപ്പൊ തരാം. അല്ല, ഇത് വിവേക്. എന്താണോ? എടാ, നീ ഇത്തവണ നാട്ടിൽ പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകോ? അതെങ്ങനെ ശരിയാവും? ഐ മീൻ, നിനക്കറിയാലോ എന്റെ പപ്പായും അമ്മയും ഒക്കെ പുറത്താണ്. ഇവിടെ എനിക്ക് പരിചയമുള്ളതായിട്ട് പ്രത്യേകിച്ച് ആരുമില്ല. നിന്റെ കൂടെ വന്ന നിന്റെ പപ്പായ്ക്ക് കൃഷിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് എന്റെ അസൈൻമെന്റ് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പ്ലീസ് എടാ. എടോ, താൻ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല. ഇവിടെ കുറച്ച് ചിട്ടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. തനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നോ വിവേക്, ഐ ക്യാൻ അഡ്ജസ്റ്റ്. പ്ലീസ് എടാ, ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. ഓക്കെ, എന്നാ താൻ നാളെ 4 മണിക്ക് സ്റ്റേഷനിൽ വന്നാൽ മതി. ഞാൻ അവിടെ കാണും. താങ്ക് യു സോ മച്ച് വിവേക്. അന്നാമോ, എന്നാടി? എടി, വിവേക് എന്നെ കൂടെ കൊണ്ടുവന്ന് സമ്മതിച്ചു. ആഹാ, എപ്പോഴാ പോകുന്നേ? നാളെ 4 മണിക്ക്. എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ, അമ്മച്ചി വിളിച്ചായിരുന്നു. ആ ഓക്കെ, എന്നാ ഞാൻ പോയി പാക്ക് ചെയ്യട്ടെ. ഇനി കല്യാണം കഴിഞ്ഞേ മെറും വരുള്ളൂ തിരിച്ചു കേട്ടോ. പോവാ. എടോ, ഈ കീറി ഡ്രസ് ഇട്ടുകൊണ്ടാണോ വരുന്നേ? ഇത് കീറിയതും കൂറിയതും ഒന്നുമല്ല, പുതിയ ഫാഷനും. വിവേക്, ഡ്രസ്സ് നോക്കുക ഒരാളുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളല്ലേ. ഓക്കെ ഓക്കെ, ഞാനൊന്നും പറയുന്നില്ല. എന്റെ കൃഷ്ണ, ഇവിടെ പണി തരൂ. വിവേക് വരുന്നില്ലേ? ആ, വരുവാ. അമ്മ, എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി ഈ തവണ എൻ്റെ കൂടെ വരുന്നുണ്ട്. അവൾക്ക് പ്രോജക്റ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടാ. അതിനെന്താ മോനെ, വന്നോട്ടെ. അല്ലമ്മ, അവള് കുറച്ച് മോഡേണാ. അതുകൊണ്ട് കണ്ടറിഞ്ഞൊന്നും നിന്നേക്കണേ. നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട, എല്ലാം ഞാൻ ശരിയാക്കിക്കോളാം. എന്നാ ശരി അമ്മ.
இரவு பகலும் நீதானே கடலும் அலையும் உறையும் நீதானே உடலும் குத்திலும் நீயே எதிலும் உயிரும் நீ മെറിനെ സൂക്ഷിച്ചേ. വിവേക്, ഞാൻ താഴെ വീഴും. ഇല്ല, നീ വാ. നോണോ, നീ എന്നെ കൊലക്ക് കൊടുക്കാനായിട്ടാണോ കൊണ്ടുവന്നേ? ഞാൻ പിന്നെ എന്താ ഇപ്പൊ ചെയ്യണ്ടേ? എന്നെ ഒന്ന് എടുത്തോണ്ട് പോവാവോ? വാട്ട്? അതൊന്നും ശരിയാവത്തില്ല. പ്ലീസ് വിവേക്, പേടിയായോണ്ടല്ലേ. ദേവി, ദേവൻ വന്നു. ഹായ് അങ്കിൾ. നശിപ്പിച്ച് അച്ഛന. നമസ്കാരം അച്ഛ. എന്താടാ, വല്ലതും കുഴപ്പമുണ്ടോ? ഏയ്, ഒന്നുമില്ല. അയ്യോ വേണ്ട മോളെ. എന്നാ നിങ്ങൾ രണ്ടുപേരും അകത്തോട്ട് ചെല്ലു. ദേവി, പിള്ളേരെ ഒന്ന് കൊണ്ടുപോകും. കേറി വാ മോളെ. നൈസ് ഹോം. ഹായ്. എന്താ? ഇത് മറ്റേ ആ പുള്ളിക്കാരനല്ലേ? ആരും? മറ്റേ ആ കുഴലൊക്കെ വെച്ച് പാട്ട് പാടുന്നത് എന്റെ കൃഷ്ണ. അത് കൃഷ്ണനാ? ഞാനിപ്പോ കൃഷ്ണ എന്നാ വിളിക്കാറ്. എല്ലാ ദിവസവും കാണും. എവിടെ വെച്ച് കാണുന്നു? കൊച്ചു ടിവിയില്. ഈ കൊച്ചി ടി വി എന്ന് പറയുന്നത് ഈ കൊച്ചു പിള്ളേരൊക്കെ കാണുന്നതല്ലേ? അങ്ങനെ കൊച്ചത് വലുതെന്നൊന്നുമില്ല, എല്ലാരും കാണും. മോളെ. ആ അമ്മേ. അമ്മ ഒരു കാര്യം പറയാം. ഇങ്ങനത്തെ ഡ്രസ്സ് ഇവിടെ ആരും ഇടാറില്ല. അയ്യോ, എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഡ്രസ്സേ ഉള്ളൂ. അമ്മ എടുത്തോണ്ട് തരാം. അല്ല, അതെനിക്ക് ഫിറ്റ് ആകൂ? നമുക്ക് നോക്കാന്നേ. ആഹാ, ഇതാരാ ഇത്? ഇപ്പോഴാ നിന്റെ മുഖത്തൊരു ഐശ്വര്യം വന്നത്. ഓ, അപ്പൊ ഇത്രയും നാളും എന്റെ മുഖത്ത് ഐശ്വര്യം ഇല്ലായിരുന്നു എന്നാണോ താങ്കൾ ഉദ്ദേശിച്ചത്? ഏയ്, എന്തോ ഒരു കുറവുണ്ടല്ലോ എന്നിട്ടും. അമ്മേ, ആ പൊട്ടിങ്ങെടുക്ക്. പേടിയാണെന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ എടുത്തോണ്ട് പോകുമായിരുന്നു. ആഹാ,
നിനക്കിപ്പം ചെറിയൊരു ജലസ് ഫീൽ ചെയ്തില്ലേ? ഇല്ല മോനെ, നിന്നെ എനിക്കറിയാലോ. വെച്ചിട്ട് പോയി കിടന്നുറങ്ങാം. അങ്ങനെ നീ പോകണ്ട. എന്നാടി, നാട്ടിലൊക്കെ ചെന്നപ്പോ നമ്മളെയൊക്കെ നീ മറന്നു? എന്നാടി എന്നാമേ അങ്ങനെ ഒരു ടോക്ക്? പിന്നെ എന്തായി? എല്ലാരും എങ്ങനുണ്ട്? വിവേകിന്റെ അമ്മയൊരു പാവോ, നല്ല ഫ്രണ്ട്ലിയോ പുള്ളിക്കാരി. പിന്നെ അച്ഛനും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഓ, ഇവര് രണ്ടുപേരേ ഉള്ളൂ ഇവിടെ. ഇനി ഏതൊക്കെ കഥാപാത്രങ്ങൾ അവതരിക്കാനുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പൊ എന്തായാലും ഇവര് രണ്ടുപേരേ ഉള്ളൂ. മരുന്നെ, അന്നമ്മ നീ പൊക്കെ എന്നെ വെറുതെ ശല്യം ചെയ്യാതെ. മരുന്നെ, ഇത് ഞാനാ. ആരായാലും ഇവിടെ ഒന്നുമില്ല, പോയിട്ട് പിന്നെ വണ്ണാച്ചി. അതിന് ഞാൻ ഇവിടെ തെണ്ടാൻ വന്നതല്ല. എന്നിക്കടി ആഹാ, രാവിലെ എന്താ കണി ചിരിച്ചോണ്ട് നിക്കുന്നുണ്ടല്ലേ. അതെ, എന്ത് ദിവാസ്വപ്നം കണ്ടോണ്ട് കിടക്കുക. വിവേകായിരുന്നോ? അതേല്ലോ. പിന്നെ ആരെയാ ഈ സ്വപ്നം കണ്ടോണ്ട് കിടക്കുന്നേ? പൊട്ടനാണോ, പൊട്ടനായിട്ട് അഭിനയിക്കുന്നതാണോ? ഏയ്, ഒരു പൊട്ടനെ. പൊട്ടനോ? ആ, പിന്നെ രാവിലെ വിവേക് എങ്ങോട്ട് പോവും? അമ്പലത്തിലോട്ട്. ഞാനും വന്നോട്ടെ? താനതിന് അമ്പലത്തിലൊക്കെ കയറുവോ? എനിക്ക് അങ്ങനൊന്നുമില്ല, പറ്റുന്നിടത്തെല്ലാം കയറും. ഒരു 5 മിനിറ്റ് തന്നാൽ മതി, ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. വാദ്യവൃന്ദങ്ങൾ വാനിലുയരുന്നുവോ, സ്വർണ്ണ കസ്തൂരി കനക കളഭങ്ങൾ കാറ്റിലുതിരുന്നുവോ, അറിയമാൻ പേട പോലെ നീ എന്റെ അരികെ. എന്റെ കൃഷ്ണ, ഗൗരിയായിട്ടുള്ള കല്യാണ കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ നടക്കണേ. എന്റെ ലിറ്റിൽ കൃഷ്ണ, വിവേകിനെ എനിക്ക് തന്നെ തരണം. എന്നാ നോക്കുന്നേ? കണ്ട് കാർട്ടൂൺ അല്ല, കണ്ട് കണ്ട് ഇതൊക്കെ തന്നെ മനസ്സിലാവും. എന്നാ പോവാം. ആ, ഓക്കെ. എടാ, എപ്പോ വന്നു? ഇന്നലെ വന്നതാടാ. ഇത് ഇത് മറിൻ, എന്റെ കൂടെ പഠിക്കുന്നതാ. ഹലോ. ഹായ്, ഐ എം സത്യ, വിവേകിന്റെ ഫ്രണ്ടാണ്. പിന്നെ ഗൗരി എപ്പോഴാടാ വരുന്നത്? നാളെ അവളിങ്ങ് വരുവാടാ. ഗൗരിയോ? അതാരാ? അവള് വരുമ്പോ രണ്ടുപേരും വീട്ടിലിങ്ങി വന്നേക്കണം. എന്നാ പറഞ്ഞേ, പോവാണേ. വിവേക്, എന്താണോ? ആരാ ഈ ഗൗരി? എന്റെ മുറിപ്പെണ്ണ്. ഇപ്പൊ ഈ കുട്ടി എവിടാ? അവള് ഹോസ്റ്റലിലാണോ, ആയുർവേദ ഡോക്ടറാ. എന്തായാലും എക്സാം ഒക്കെ കംപ്ലീറ്റ് ആയി. ഇനി നാളെ ഇങ്ങ് വരും. തനിക്കിനി ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നല്ലോ. അതിന് ഞാൻ ഇവരോട് പറഞ്ഞോ എനിക്കിവിടെ ബോറാണെന്ന്? ഇനി അവളും കൂടി ഇങ്ങോട്ട് കെട്ടിയെടുക്കാത്തതിന്റെ കൂടെ ഉള്ളൂ. എന്തു പറ്റി? നടക്കുന്നില്ലേ? ആ, വരുവാ. അയ്യ, കുടുങ്ങി കുടുങ്ങി പോകുന്നുണ്ടല്ലേ. ഇവളെ കാണാൻ എങ്ങനെയൊക്കെ ആയിരിക്കും ആവും. അമ്മ ഭയങ്കര കുക്കിങ്ങിലൊക്കെ ആണല്ലോ. ഗൗരിക്ക് വേണ്ടി ആയിരിക്കും. മോൾക്ക് എങ്ങനെ അറിയാം? വിവേക് പറഞ്ഞായിരുന്നു. അല്ലമ്മേ. പറയൂ. ഈ ഗൗരിയും വിവേകും തമ്മിൽ എങ്ങനെ? രണ്ടുപേരും കൊച്ചിലെ തൊട്ട് ഒരുമിച്ച. അവരുടെ കല്യാണമൊക്കെ ഞങ്ങൾ ഉറപ്പിച്ചു വെച്ചതാ. പിന്നെ രണ്ടുപേരുടെയും പഠിത്തമൊക്കെ കഴിയട്ടെന്ന് കരുതിയിട്ടാ. എന്തായാലും ഗൗരിയുടെ ഇപ്പം കംപ്ലീറ്റ് ആയില്ലേ. വിവേകിന്റെയും അധികം വൈകാതെ തീരുമല്ലോ. എന്തായാലും ഈ തവണ അവൻ പോകുന്നതിന് മുമ്പ് കല്യാണം കാണും. ഗൗരിക്കും വിവേകിനും കല്യാണത്തിന് താല്പര്യമുണ്ടോ? താല്പര്യമുണ്ടോന്നോ?
അവരുടെ നിർബന്ധം കാരണം ഞങ്ങൾ ഇത്തവണ കല്യാണം നടത്താമെന്ന് തന്നെ തീരുമാനിച്ചു. ഓ, എന്നാ ഞാൻ അങ്ങോട്ട് പോവാണേ അമ്മ. ശരി മോളെ. ഓ, ഈ പട്ടി എവിടെ പോയി കിടക്ക? എന്തോ നാടി നിനക്ക്? എന്നെ ഒന്ന് കുളിക്കാനും നീ സമ്മതിക്കത്തില്ലേ? അന്നാമ്മ, എന്നാടി മറിഞ്ഞ് നീ ഇങ്ങനെ അലമുറയിട്ട് കരയുന്നേ? എടി, വിവേകിന്റെ കല്യാണം ഉറപ്പിച്ചതാ. ആഹാ, വെരി ഗുഡ്. ഓക്കെ, സോറി. ആരുമായിട്ട് എന്തായാലും ഉറപ്പിച്ച കല്യാണം? ഒരു ഗൗരി, അവന്റെ മുറപ്പെണ്ണ, ആയുർവേദ ഡോക്ടറാണെന്നൊക്കെ പറയുന്നു. അന്ന എന്റെ മോളെ മെറിനെ, നീ ഒരു കാര്യം ചെയ്. നീ ആ ഭാണ്ഡക്കെട്ടൊക്കെ പെറുക്കി കെട്ടി തിരിച്ചിങ്ങി പോര്. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ശരിയാവുന്നേ? നീ എന്തുവാടി മെറിനെ പറയുന്നേ? അവന്റെ കൂടെ കൊച്ചിലെ തൊട്ട് കളിച്ചു നടന്നൊരു കൊച്ച്, അതിനെ വിട്ട് അവൻ നിന്റെ കൂടെ വരുമോ? കോമൺ സെൻസ് ഇല്ല നിനക്ക്? ഇപ്പൊ എന്റെ എല്ലാ സെൻസും പോയിരിക്കുന്നൊരു സമയം. എനിക്കൊന്നും അറിയണ്ട. ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് വിവേകിന് വേണ്ടി മാത്രം. എനിക്ക് വേണം അവനെ. അവനെ കിട്ടിയില്ലേ അന്നമ്മേ, പിന്നെ നീ എന്നെ കാണത്തില്ല. അത് കൊള്ളാലോ. നീ ഈ പാതിരാത്രിയിൽ എന്നെ ഭീഷണിപ്പെടുത്താനായിട്ടാണോ വിളിച്ചേ? ഞാൻ നടക്കാൻ പോകുന്ന കാര്യം പറഞ്ഞേ ഉള്ളൂ. പിന്നെ ഈ ഗൗരിയെ കാണാൻ എങ്ങനെ, സുന്ദരിയാണോ? ആ, അതൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാനിതുവരെ കണ്ടിട്ടുമില്ല. നീ ആ വിവേകിന്റെ മുറി ജസ്റ്റ് നലിച്ചു വർക്ക്. എല്ലാം ഫോട്ടോ എല്ലാം കിട്ടാതിരിക്കത്തില്ല. അതെങ്ങനെ? സദാസമയം ആ മുറി അടച്ചായിട്ടിരിക്കുന്നു. മിക്കവാറും അവളോട് കൊഞ്ചി കഴിയുമായിരിക്കും. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ. ചിലപ്പം ഭാഗ്യത്തിന് തുറന്നു കിടക്കുവാണെങ്കിലോ? അത് തന്നെ. എന്തായാലും പിക്ക് കിട്ടുവാണെങ്കിൽ എനിക്കും കൂടെ അയക്കണേ. ആ, ഓക്കെ. അവളെ കാണാൻ എന്താ താല്പര്യം? അയ്യോ, ഭാഗ്യത്തിന് തുറന്നു കിടക്കാം. ഈ മുറിക്ക് ഇത്രയും വൃത്തിയുണ്ടായിരുന്നു? ഓ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോ എന്നെ മുറി. ഇവനിതിവിടെ പോയി. ഓ, കുളിക്കുക. എന്താ മെറിനെ, ഇയാൾ എന്റെ മുറിയില്? അയ്യോ, ഞാനിപ്പോ ഇവനോട് എന്തുത്തരം പറയും? അതെ, താൻ എന്താ ഇവിടെയെന്ന്? അല്ല വിവേകെ, ഞാൻ കിടക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴാരും ഇയാളുടെ മുറിയിലോട്ട് വരുന്ന പോലെ തോന്നി. ആര് വരാൻ? ആ, അല്ല, പഴയ വീടൊക്കെ അല്ലേ വിവേകെ, വെള്ളവും പ്രേതവും സംതിങ് ഒക്കെ ആകാലോ ചിലപ്പോ. താൻ ഈ നൂറ്റാണ്ടിലും ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ദൈവം ഉണ്ടെങ്കിൽ ഭൂതം ഉണ്ടെന്നല്ലേ പറയാറ്. എന്താടോ, പോകുന്നില്ലേ? അതെ, എനിക്ക് ഇടിയും മിന്നലും ഒക്കെ ശരിക്കും പേടിയാ വിവേകെ. മെറിൻ, എടോ, ഒന്നുമില്ല. തനിക്ക് പേടിയാണെങ്കിൽ അമ്മയുടെ കൂടെ ചെന്ന് കിടന്നു. ഷിറ്റ്. അല്ല, അമ്മയുടെ കൂടെ കിടന്ന ഞാനൊരു പേടിത്തുണ്ടിയാണ്, നമ്മ കരുതത്തില്ലേ? അന്നാത്തം തന്നെ കിടന്നു. വിവേക്, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ ഇന്നിവിടെ കിടന്നോട്ടെ. കഷ്ടമുണ്ട്. ഇയാളെ ശല്യം ചെയ്യാൻ ഞാൻ ഉറപ്പായിട്ടും വരത്തില്ല. ഇവിടെ എവിടെയെങ്കിലും ഒരു മൂലയിൽ കിടന്നോളാം. എന്നെ ഇവിടെ കിടത്തിയില്ലേ നീ പിന്നെ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും, സത്യമായിട്ടും. എടാ പൊട്ട, എനിക്ക് വല്ല അറ്റാക്ക് ഒന്നും ഞാൻ ചത്തുപോയാൽ എന്നെ കൊന്നത് നീയാണെന്നോർത്ത് നീ ദുഃഖിക്കേണ്ടി വരുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്ത് വേത്ര ആലോചിക്കാൻ, ഞാൻ ഇവിടെ വല്ല മൂലയ്ക്ക് കിടന്നോളാന്ന് പറഞ്ഞില്ലേ? ഓക്കെ, പക്ഷെ ഒരു കാര്യമുണ്ട്. രാവിലെ തന്നെ എണിച്ചു നോക്കണം. അമ്മ കണ്ട തെറ്റിദ്ധരിക്കും. ഓക്കെ, എന്നാ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते. കൗസല്യ സുപ്രരാമപൂർവ. ഗുഡ് മോർണിംഗ്. ഇന്ന് തന്നെ എണ്ണിച്ചല്ലോ. എന്തേ, ഇഷ്ടപ്പെട്ടില്ലേ? രാവിലെ തന്നെ കലിപ്പിലാണല്ലോ. ഏത് പാട്ടാ താൻ പാടിക്കൊണ്ടിരുന്നേ? ഇപ്പൊ ഇവിടെ കേട്ടില്ലേ ഒരു പാട്ട്? ഏത്? ഓ, കൗസല്യ സുപ്രരാമപൂർവ സന്ധ്യ പ്രവർത്തതേ ഉഷ്ടിഷ്ട വനജ. ഏത് വനജം? എനിക്ക് ലിറിക്സ് മര്യാദയ്ക്ക് അറിയാത്തോണ്ടാ. അതെന്തായാലും നന്നായി. ഇവിടെ കൂടെ ഒരുപാട് ആൾക്കാർ രാവിലെ പോകുന്നതാ. അവര് കരുതിയേലും ഏത് കാളയാ ഈ കിടന്ന് കരയുന്നേന്ന്. കോളേജിൽ കാണുന്ന ആളെ അല്ലല്ലോ ഇയാള്. ഇത്രയും നീളം ഉണ്ടായിരുന്നു ഈ നാക്കിന്.
കുറെ നേരമായല്ലോ ഇവനിങ്ങനെ കാള കയറ് പൊട്ടിച്ച് കൂട്ടി ഇങ്ങനെ നടക്കുന്നു. ഭ്രാന്തായ. എന്റെ കർത്താവ്, ഈ കീരി അവതരിച്ചു. ഇനി ഉറക്കമില്ലാത്ത നാളുകൾക്ക് തുടക്കം കുറിക്കുവാണല്ലോ. വൈമി വെച്ചു വന്ന് കേറിയില്ല അതിനു മുമ്പ്. അതെ, ഞങ്ങളിവിടെ നിപ്പുണ്ടേ. ആ അമ്മാവാ, പിന്നെ എന്തൊക്കെയുണ്ട്? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല മോളെ. നീ പെണ്ണെ, വീട്ടിൽ ചെന്ന് അപ്പനെയും അമ്മയും കാണുന്നതിന് പകരം ഇങ്ങോട്ട് ചാടിയോ? ഞാൻ ആദ്യം വീട്ടിലോട്ട് പോകണം എന്നാ വിചാരിച്ച്, പിന്നെ കരുതി അമ്മാവനെ അമ്മയൊക്കെ കണ്ടിട്ട് ഒത്തിരി നാളായില്ലേ, അതുകൊണ്ട് ഇങ്ങ് പോന്നു. എന്താ അവൾക്ക് ഞങ്ങളോടുള്ള ഒരു സ്നേഹം. ഹലോ, മരുന്നല്ലേ? അതെ. ബിച്ച് വിളിക്കുമ്പോഴെല്ലാം ഇയാളുടെ കാര്യം പറയാറുണ്ട്. എന്താടാ വിച്ചു, നീ ഒന്നും മിണ്ടാത്തെ? ഞാൻ വന്നതിൽ ഒരു സന്തോഷമില്ലല്ലോ നിനക്ക്? നീ വന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഗൗരി. ആണോ? എന്നാ അമ്മായി, ഞാൻ ഇറങ്ങുവാണ്, നാളെ വരാം. വരണമെന്നില്ല. പോടാ. വിച്ചു എണ്ണിച്ചോ അമ്മായി? ആഹാ, വന്നോ? ഇതുവരെ എണ്ണിച്ചിട്ടില്ലവൻ. ഇത്ര നേരമായിട്ട് എണ്ണിച്ചില്ലേ? ചായ ഇങ്ങിതാ അമ്മായി, ഞാൻ കൊണ്ടു കൊടുക്കാം. അയ്യോ കീരി, ഇവിടെ രാവിലെ ഇങ്ങനെ നള്ളിയാ. ഈ കോലത്തിൽ പുറത്തോട്ട് പോകുന്നത് ശരിയല്ല. കുളിച്ച് ഫ്രഷ് ആയിട്ട് പോവാം. പോത്തുപോലെ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലേ. ഹലോ, ചായ ചായ. ഇന്നലെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലാണോ കിടന്നത്? അല്ലടാ, കടത്തിണ്ടയില്. ഇപ്പൊ എന്തേ, ഒന്നും പറയാനില്ലേ? പോടാ. അല്ല, എങ്ങോട്ടാ? മരുന്നെ കാണാൻ പോവാ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഇയാൾ ഫ്രീ ആണോ? ആഹാ, അത് നമുക്ക് എല്ലാവർക്കും കൂടെ ഇന്ന് പുറത്തോട്ടൊന്ന് പോയാലോ? പിന്നെന്താ, എന്നാ ഞാൻ പോയി റെഡി ആയിട്ട് വരാവേ. എന്നാ പോവാം. ആ, നടക്കും. എനിക്ക് എന്തിന്റെ കേടായിരുന്നോ എന്തോ, ഇനി എന്തൊക്കെ കാണേണ്ട വരുമോ? വാ, എന്തോ നോക്കിയിരിക്കൂ. ഹേ, എന്തു പറ്റി? ഒന്നുമില്ല. അല്ലാതെ ജലസരസതല്ല. എനിക്ക് മരുന്നെ അറിയാം, സോ ജലസടിക്കേണ്ട ആവശ്യമില്ല. ഇതിലും ഭേദം മരുന്നായിരുന്നു. നിന്നെ നോക്കുന്ന സമയം അവളെ വല്ലതും നോക്കിയിരുന്നെങ്കിൽ ഞങ്ങൾക്കിപ്പം കെട്ടി കഴിഞ്ഞിട്ട് പിള്ളേരായനെ. അവളെ നിന്നെ കൊണ്ട് കെട്ടിപ്പിക്കുന്നതിലും ഭേദം ആ കായലി വല്ലതും കെട്ടിത്തരച്ചത്. എന്ത് പറ്റി ഗൗരി? വിവേക് നിന്നോട് വല്ലതും വരക്കെട്ടോ? ഇവന്റെ മെയിൻ പരിപാടി അതാണല്ലോ. വിവേക്, നീ ഒന്ന് തിരിഞ്ഞു നിന്ന്. എന്തിനു? കൂടുതൽ ഭാരിച്ച ചോദ്യങ്ങളൊന്നും വേണ്ട. തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞാൽ തിരിഞ്ഞു നിന്നോ. നീ അവിടെ കെട്ടിപ്പിടിക്കുമല്ലേ? കാണിച്ചു തരാം ഞാൻ. മരുന്നേ, നീ എന്ത് പരിപാടിയാണ് ഈ കാണിച്ചത്?